ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ നോക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ചെറുതും വലുതായിട്ട് ഒരുപാട് കിളികൾ വന്നിട്ടുണ്ടോ. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ പെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഒരുപാട് കിളികൾ വരാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആയാലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിന് ചുറ്റും ഒരുപാട് മരങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മരച്ചില്ലകളൊക്കെ നോക്കി പറയാൻ സമ്മതിക്കുന്നില്ല. അത്രയും നല്ല സൗണ്ടിലാണ്. ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീക്കുമ്പോഴായാലും അതുപോലെ വൈകിട്ടൊക്കെ ആയാലും ഇപ്പോഴാണെങ്കിൽ മഴ പെയ്തോടുകൂടി ഇപ്പോൾ ഫുൾ ടൈം കിളികളുടെ സൗണ്ടിനായിട്ട് കിളികളും ചീവിടൊക്കെ ആയിട്ട് കല വില ബഹളങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് ഇവിടെ ജീവിക്കാനൊക്കെ. ഇവരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാലേ നമുക്കിന്ന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മെലസ്റ്റോമയുടെ പ്ലാന്റ് നമ്മൾ ഇവിടെ നട്ടിട്ട് ഒരു 3 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചെടിയായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോയി നട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വട്ടം വീശി നന്നായിട്ട് തന്നെ ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കൊണ്ട് നട്ടതിന് ശേഷം പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ നമുക്കിതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറും ഉണ്ട്. നോക്കി, ഫ്ലവർ മാത്രമല്ല, നാളത്തേക്ക് വിരിയാനൊക്കെ ആയിട്ട് ഒരുപാട് മൊട്ടുമുണ്ട്. നല്ല രസമായിട്ട് ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇതിപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാലും കുറേ ദിവസം ഈ ഒരു ഫ്ലവർ നിൽക്കും. അങ്ങനെ വാടോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. കാരണം വരുന്നില്ല കേട്ടോ, നല്ല കട്ടിയാട്ടോ ഇതിൻ്റെ ഒരു ഇതളൊക്കെ. പിന്നെ മാത്രമല്ല അത്യാവശ്യം നല്ല സൈസും ഉണ്ടല്ലോ ഈ ഒരു ഫ്ലവർ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല മഴത്തുള്ളിയുടെ ഒരു തണുപ്പൊക്കെ ഏറ്റിട്ട് നോക്കി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുവാണേ. കുട്ടി ഇതാ പണി തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ചെയ്യാൻ തുടങ്ങാം. അതേപോലെ തന്നെ ഗൈസ്, നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് വിരിച്ച് നമുക്ക് എന്തായാലും ഒരുപാട് യൂസ്ഫുൾ ആട്ടോ. നമ്മുടെ ഗാർഡനിൽ കാട് വളരുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു ഷീറ്റ് ഇട്ടതിൻ്റെ ഒരു ഭാഗത്ത് നോക്കിയിട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ലൈവായിട്ടുള്ളൊരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. നോക്കി, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു തുള്ളി പോലെ ഒരു പുല്ല് ഒരു സംഭവം മുളച്ചിട്ടില്ല. നോക്കി, നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇപ്പോൾ കുറേ ഭാഗത്തൊക്കെ കീറിയിട്ടുണ്ട്. അത് വേറെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ പണിയാട്ടോ ഇതൊക്കെ ഇങ്ങനെ കീറിയിട്ടിട്ടുള്ളത്. അതെന്താണ് ഞാൻ ഈ ഒരു ഷീറ്റ് ഒന്ന് കുറച്ചൊന്ന് മടക്കിയതിന് ശേഷമായിട്ടോ ഇവിടെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആമണിക്കുട്ടിക്ക് ഈ ഒരു ചെറിയ കൊച്ചിയും ആൾക്ക് കയ്യിലെടുക്കാൻ നല്ല അടിപൊളിയാണ്. കാരണം വെയിറ്റും കുറവാണ്, ചെറുതുമാണല്ലോ. അപ്പോൾ അവളുടെ സൈസിന് കറക്റ്റാണ് ആ ഒരു ചെറിയ കൊച്ചി. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഷീറ്റൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ എന്തായാലും ഇവിടെ കുറേ പോട്ടുകളിലും അതുപോലെ തന്നെ ഗ്രോ ബാഗുകളിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഈ ഷീറ്റിൽ വെക്കുന്നത്. ആദ്യം നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ തന്നെയായിരുന്നു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റും കുറേ കാട് പറിക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വിരിച്ചതിന് ശേഷം നല്ല അടിപൊളിയാണ്. കാരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാട് പറിക്കേണ്ട കാര്യമേ ഇല്ല. ഇടയ്ക്ക് ഈ ഷീറ്റിൽ മേളിൽ കൂടെ ഒന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം എന്തായാലും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഉണങ്ങിയ ഇലകളും ചപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ എത്രയല്ല അതിൽ കൂടെ കുറച്ച് ചപ്പൊക്കെ നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും അതൊന്ന് വീട്ടിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് നമ്മളൊന്ന് ചെയ്യാനൊക്കെ നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ മടക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഷീറ്റ്. ഓക്കെ, ഈ ഒരു ചെറിയ കൊത്തി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മെലസ്റ്റോമയുടെ ചോട് ഫുള്ളൊന്ന് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കി, ഇവിടുത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു ഗാർഡനൊക്കെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഗാർഡനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല റിസൾട്ടിന് നോക്കി നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിച്ചു വാരി ഇട്ട് പോയിട്ട് അത്രയും നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു തൂമ്പ് വാങ്ങിയതിനാട്ടോ നമ്മുടെ കുട്ടിക്കുറുമ്പി ഇവിടെ കാര്യം. നമുക്ക് ഈ ഒരു തൂമ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഒരു കാടൊക്കെ നീങ്ങി പോരുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു തൂമ്പ് വെച്ചിട്ട് നമുക്ക് ഗാർഡനിലുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചോട്ടിലൊക്കെ നമുക്ക് വലിയ തൂമ്പയാണെങ്കിൽ അങ്ങനെ കിളയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് എല്ലാ ഗ്യാപ്പിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കിളച്ച് സെറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമുക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കാട് പറിക്കലിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാട്ടോ. കാരണം മണ്ണ് നല്ല ലൂസായി കിടക്കുന്നുണ്ടേ. വലിയ കാടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വലിയ കാടുകളൊക്കെ കളഞ്ഞിട്ട് ഒരുപാട് കാട് ഉണ്ടായിരുന്നുണ്ട് നമുക്ക് അന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ കാടുകളൊന്നുമില്ല. മെലസ്റ്റോമയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളറൊക്കെ നമുക്ക് കിട്ടിട്ടോ. നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറായിട്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്ലാന്റ് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. ഇപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടൊരു 3 മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഹൈറ്റും വെച്ചിട്ടില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വട്ടം വീശി ആ ഒരു ഭാഗം ഫുള്ള് നന്നായിട്ട് തന്നെ കവറായിട്ടാട്ടോ വന്നിട്ടുള്ളത്.
പിന്നെ ഈ അടുത്ത് തന്നെ ഞാൻ ഈ ഒരു മെലസ്റ്റോമയുടെ പ്ലാന്റ് നന്നായിട്ട് പ്രൂൺ ചെയ്തുകൂടി വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് പുല്ലൊക്കെ നമ്മളിതാ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളേ. എന്നാലും നമ്മുടെ മെലസ്റ്റോമയുടെ ആ ഒരു ചുറ്റുമുള്ള കാട് ഫുള്ള് നമ്മളിതാ ഈ ഒരു കൊത്തി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു വിട്ടതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ള കാടൊക്കെ നമുക്ക് വലിയ തൂമ്പ് വെച്ചിട്ട് തന്നെ കളയട്ടെ. അപ്പോൾ എന്തായാലും കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാലും തൂമ്പയൊന്നും എടുക്കട്ടെ. അപ്പോഴേ ഈ ഒരു തൂമ്പ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കൊത്തി പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം നമ്മുടെ പറമ്പിലൊക്കെ പണിക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു തൂമ്പ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ ചെറിയ കൊത്തി കൊണ്ടൊക്കെയാണ് കേട്ടോ എപ്പോഴും, ചെറിയ കൊത്തിയല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ആ ഒരു ചെടികളുടെ ചോട്ടിലുള്ള കാട് കളയലായാലും അത് ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ തൂമ്പൊക്കെ വെച്ച് നമ്മളിപ്പോൾ അതിൻ്റെ ചോട്ടൊക്കെ ചെത്താനുള്ള നമ്മുടെ ആ ഒരു ചെടിയൊക്കെ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വേരെങ്കിലൊന്നും തട്ടാതെ ചെടിക്കൊന്നും നാശമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു തൂമ്പുകളാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമ്മളിതാ ഈ ഒരു ഭാഗം അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമുക്ക് ചപ്പഴി കിട്ടി. താവണിക്കൂടിനേക്കാളും വലിയ സംഭവമൊക്കെ എടുത്തിട്ട് ആളെൻ്റെ കൂടെ ക്ലീനിങ് ഇറങ്ങിയിട്ടുള്ളതാ. വരണ്ടി കേട്ടോ നമ്മളിവിടെ ഗാർഡനിലും അതുപോലെ നമ്മുടെ ഏലത്തിനൊക്കെ യൂസ് ചെയ്യുന്ന കാടക്കിളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വരണ്ടി കേട്ടോ ആളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഈ ഒരു കൊട്ടയിൽ ഇരിക്കൊന്ന് കൊണ്ട് കളയാം. അങ്ങനെ നമ്മൾ ഒരു കൊട്ട ഇതാ കോരിയിട്ടുണ്ടേ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം പുല്ലും മണ്ണും എല്ലാം കൂടി ആണല്ലോ. നമുക്ക് എന്തായാലും അങ്ങ് കൊണ്ട് കുത്തിയിട്ടൊന്ന് വരാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും പുല്ലിൻ്റെ പരിപാടി, അതായത് പുല്ല് കളയലെന്നാലും കുറച്ചുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കളുള്ള ഗാർഡനായാലും അല്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തേ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് മാറ്റിയിടാം. ബാക്കി കുറച്ച് ഏരിയ കൂടി ഉണ്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി. അതുകൂടി നമുക്ക് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ മേളിലേക്കാണോ നമുക്ക് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഈ ഒരു തൂമ്പ് വെച്ചിട്ടാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കൂട്ടി കുറച്ചധികം നേരമായിട്ട് നമ്മൾ ഈ ഒരു പണിക്ക് വന്നപ്പോൾ തുടങ്ങിയതാണ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും ആളും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവളെക്കാളും വലിയ സാധനം പുഴും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. വേറെ എന്തോ ഒരു സംഭവം എടുക്കാൻ വേണ്ടി പോയതാണേ. എന്നിട്ട് അത് തിരിച്ചു വന്നിട്ട് വീണ്ടും തന്നെ ഹെൽപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. വരണ്ടി എടുത്തിട്ടാട്ടോ ആളുടെ പരിപാടി ഫുള്ളാന്ന് ചോദിച്ചാൽ തരുമൊന്നുമില്ല കേട്ടോ. ആളിപ്പോൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 കാലും ചെരുപ്പിട്ട് കൊടുത്തിട്ട് ഒരു കാലത്തെ ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളിതാ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ചെത്തിയപ്പോൾ കുറേ കല്ലുകളാണ്. അപ്പോൾ നമ്മൾ ചെത്തുന്ന ഒരു സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ അറിയാതിരിക്കുന്നത് ഒരുപാട് കല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു മണ്ണുള്ള ഭാഗം ചെത്തുന്ന പോലെ അല്ല, കല്ലുള്ള ഭാഗം ചെത്തുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ നമുക്ക് ആ ഒരു ഭാഗത്തെ കാടൊക്കെ നന്നായിട്ട് ഇളക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ കുറേ തൊട്ടാവാടിയുടെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഗാർഡൻ ക്ലീൻ ചെയ്തതിൻ്റെ കൂടുതൽ കുറേ വലിയ വലിയ കാടുകൾ കളഞ്ഞല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത ടൈമിൽ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് തൊട്ടാവാടിയുടെ മുള്ളൊക്കെ കളയാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ അന്ന് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് പണി എളുപ്പമായി നടന്നാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കല്ലിൽ ചെത്തുന്നത് കുറച്ച് പാടന്നെയാണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെത്തിക്കൂട്ടിയിട്ടുള്ള ഈ ഒരു പുല്ലും മണ്ണൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി തന്നാലും ഇവിടെ നിന്ന് നന്നായിട്ട് ക്ലിയർ ആയി കിടക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെത്തിയാലും
നല്ല മഴയാണ്. ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് വീണ്ടും കാടായി തുടങ്ങും. അപ്പോൾ എന്നാലും അങ്ങനെ കാട് കയറുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഗ്യാപ്പിട്ട് നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡൻ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്ര പൂവുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ചുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെത്തി കൂട്ടിയത് നമുക്ക് ഏതായാലും നമ്മൾ എടുത്തിട്ടുള്ള ഒരു കൊട്ടയിലേക്ക് ഒന്ന് കോരിയിട്ടേ ഒന്ന് കൊണ്ടുപോയി മാറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് ഈ ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. തൊട്ടവാടിനുള്ളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെത്തിയിടാന്നുണ്ടെങ്കിൽ കൈ ഫുള്ള് വലിഞ്ഞിട്ടോ. പുല്ല് മാത്രമാണ് നമുക്ക് അതിൽ വെയിറ്റ് ഉണ്ടാവുള്ളൂ. പുല്ലും മണ്ണും എല്ലാം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് അപ്പുറത്ത് കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കൊണ്ടുപോയ ഒരു ലോഡിന്, കാരണം ഈ ഒരു പാത്രമായത് നല്ല വലിപ്പമുള്ളൊരു കൊട്ടേനെയാണ്. മാത്രമല്ല കല്ലും ആ ഒരു മണ്ണും പുല്ലും എല്ലാം കൂടിയാണ്. അപ്പോൾ എന്തായാലും അവിടെ കൊണ്ട് കൊട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗം കുറച്ചൊരു കുഴിയുള്ളൊരു ഭാഗമാണ്. നല്ല മഴയൊക്കെ പെയ്ത് വെച്ചാൽ അവിടുത്തെ മണ്ണൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒളിച്ചു പോയി. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇടുവാണെങ്കിൽ ഒരു ചപ്പും എല്ലാം പാടെയാണ്. അപ്പോൾ എന്നാലും അവിടെ ആ ഒരു കുഴി ഒന്ന് തൂർന്നോളും. നമുക്കിത് വേസ്റ്റ് ഇവിടുന്ന് മാറിക്കിട്ടും. ഒരു കൊട്ടയും കൂടി ഉണ്ടാവും. വീണ്ടും നമുക്ക് ഒരു കൊട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് കൊണ്ടുപോയിക്കണം. വേനൽക്കാലമൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഒന്നും ചെത്തിയാൽ തന്നെ കിട്ടില്ല കേട്ടോ. കുറേ സമയം എടുക്കൂട്ടോ ഇവിടെ ചെത്തി തീരാൻ വേണ്ടി. കാരണം മണ്ണൊക്കെ ഇവിടെ നന്നായിട്ട് തറയുന്ന ഒരു സ്ഥലമായിട്ട്, നല്ല വെയിൽ, ഒരുപാട് വെയിലടിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് നല്ല മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്കിവിടെ ചെത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കല്ലാണ് തോട്ടൊരു വിഷയം. നമ്മുടെ കാടൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത അവസ്ഥയ്ക്ക് നമുക്ക് അടുത്ത പരിപാടി എന്തായിരിക്കും? അത് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ട. അപ്പോൾ നമ്മൾ എന്ത് വളമാണ് കൊടുക്കുന്നതൊക്കെ നമുക്ക് എന്തായാലും കാണാം. അതേപോലെ നമ്മളെപ്പോഴും കാടൊക്കെ ഒരുപാടുണ്ടെങ്കിൽ കാട് ഫുള്ള് കളഞ്ഞതിന് ശേഷം മാത്രമായിട്ട് വളം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം ഫുള്ള് ചെടികൾക്കായിരിക്കില്ല കിട്ടുക, കാടായിരിക്കും. ഇരട്ടി ശക്തിക്കായിരിക്കും കാട് നന്നായിട്ട് വളർന്നു കയറും. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മൾ വളം ചെയ്ത് കൊടുത്താലും ചെടി നന്നായിട്ട് വലിച്ചെടുക്കും. പിന്നെ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കിനി എക്സ്ട്രാ നനച്ചെടുക്കുക കാര്യങ്ങളൊന്നും വേണ്ടില്ല. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അതിനെന്തായാലും വളം ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ചെടിയുടെ ചൂടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു വരണ്ടി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നന്നായിട്ട് മണ്ണൊന്ന് ലൂസായിട്ട് ഇളക്കുവാണെങ്കിൽ കൊടുക്കുന്ന വളം കുറച്ചുകൂടി ആ ഒരു വേരുകളിലേക്കൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാനൊക്കെ അടിപൊളിയായിട്ട് വരും. കാരണം വരണ്ടി നോക്കിയത് അവിടെ തന്നെ ഇല്ല കേട്ടോ. എന്താ അവിടെ കുട്ടിയുടെ കൈവശം ആയതുകൊണ്ട് ഇതും കുറച്ച് നേരം വരെ ഇത് വെച്ചാണ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മണ്ണൊക്കെ ഇളക്കാൻ നല്ല കിഡിലനാണേ. മണ്ണ ഇളക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു അടിയിൽ ഒരു പ്ലാന്റ്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ നാര് പോലത്തെ വേരുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് വലിയ തൂമ്പയൊക്കെ വെച്ചിട്ടാണ് മണ്ണ് ഇളക്കുന്നുണ്ടെങ്കിൽ അത് വേരൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതാകുമ്പോൾ നമുക്ക് വേര് പൊട്ടിപ്പോകില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മണ്ണ് നന്നായിട്ട് ഇളകി നല്ല ലൂസായി വരികയും ചെയ്യും. അരണ്ടിക്ക് നന്നായിട്ട് തന്നെ അരണ്ടി ആ ഒരു ചോട്ടിലുള്ള മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളക്കി നല്ല ലൂസാക്കി ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ചെയ്യുക ഒരു നെലസ്റ്റോമ് നമ്മൾ നട്ടൊരു ടൈമിലായിട്ട് നല്ലൊരു തടമൊക്കെ എടുത്ത് നല്ല രീതിയിൽ വളർത്തി ചെയ്തിട്ട് നമ്മൾ അടിപൊളിയാക്കി നിർത്തിയിരുന്നത്. അപ്പോൾ നട്ടതിന് അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ വട്ട വീശ് നല്ല അടിപൊളിയായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വട്ടത്തിൽ തന്നെ തടം എടുത്തിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പം വെച്ച് നന്നായിട്ട് വട്ടം വീശി പൊട്ടിച്ച് നിർത്തുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വട്ടത്തിലാണ് നമ്മളിപ്പോഴും തടം എടുത്തിട്ടുള്ളത്. അപ്പോൾ വളം ചെയ്ത് കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. അപ്പോൾ തടം എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളം എടുത്തിട്ട് വരാം. നമ്മൾ കൊടുക്കാനുള്ള വളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാക്ടംബോസും അതേപോലെ തന്നെ പൊട്ടാഷ്യം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വളങ്ങൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിങ് കൂടാൻ അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കൂടി നല്ല അടിപൊളിയായിട്ട് ഉഷാറായി കയറി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വളം എടുത്തിട്ടുള്ളത്. എന്തായാലും നന്നായിട്ട് ഇപ്പോൾ മണ്ണൊക്കെ ഇളക്കി നല്ല രീതിയിൽ നിന്ന് ഇട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വളം കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള അളവിലെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഫാക്ടംബോസ് ഇട്ട ആ ഒരു ബൗളിലേക്ക് കുറച്ച് പൊട്ടാഷ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം.
പൊട്ടാഷ് നല്ല എന്താ പറയുക, നല്ല പൗഡർ പോലെ കേട്ടോ, നല്ല പൊടിഞ്ഞൊരു വളമാണ്. പക്ഷെ നമ്മുടെ ഫാക്ടംബേഴ്സ് അങ്ങനെയല്ല, അവിടെ തരി ഉള്ളതാണല്ലോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നല്ല ഒരേപോലെ ലെവലായി കിട്ടുള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചുറ്റി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും വളമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുരത്തിൽ കൊണ്ടിടാതെ കുറച്ച് ഡിസ്റ്റൻസിലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇടയ്ക്കാണ് നമ്മുടെ ഇവിടെ പണിക്ക് വരുന്ന ചേച്ചിമാരാട്ടോ. അപ്പോൾ അതാ അവർ നമ്മുടെ ആവണിക്കുട്ടീനെ കണ്ടപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണേ. അങ്ങനെ നമ്മൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അറ്റം വരുതാ ആ ഒരു അറ്റം വരെ നമ്മൾ എല്ലാ പ്ലാന്റ്സിനും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാട്ടോ വളം കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിലേ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാ ചെടികളുടെയും വേരൊക്കെ നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആ ഒരു ചൂട്ടിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് എല്ലാ പ്ലാന്റ്സിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് വളം. പൊതുവേ നമുക്ക് വേനൽക്കാലത്തിന് അപേക്ഷിച്ച് മഴക്കാലത്താണ് കുറച്ച് കൂടുതൽ നമ്മുടെ ഗാർഡനിൽ വർക്ക് വരുന്നതില്ല. കാരണം നമ്മുടെ ചെടികൾ കുറേ നാശമായി പോകാനും അതേപോലെ തന്നെ നമുക്ക് കാട് കയറുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് മഴക്കാലം ആവുന്നൊരു ടൈമിലല്ലേ വരും. അപ്പോൾ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ ഫ്ലവറിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവില്ലേ. എന്തായാലും നമുക്ക് കുറച്ച് റിസ്ക് എടുത്താൽ പോലും ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ ഫ്ലവർ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ മെലസ്റ്റോമയുടെ ചൂടൊക്കെ നോക്കി നല്ല വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ഒരു ഭാഗമല്ല മെലസ്റ്റോമയുടെ ചൂട് മാത്രമല്ല, ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ട കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ തുടക്കത്തിൽ ഇതേപോലെ ആയിരുന്നില്ല. തുടക്കത്തിൽ അത്യാവശ്യം നല്ല കാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കി ആ ഒരു കാട് ഫുള്ള് കളഞ്ഞ് മണ്ണ് മാത്രമായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ആ ഒരു പ്രോപ്പർ ടൈമിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് പിന്നെയും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെ നടന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മണ്ണും കൂടി മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കനത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാലും മണ്ണിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിച്ച് പോകില്ല. അതിൽ ചോദിക്കാൻ നല്ല അടിപൊളിയായിട്ട് പിടിക്കുകയും കുടിക്കുമല്ലോ. അത് നമ്മളിപ്പോൾ കൊടുത്ത ഒരു വളത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 വീക്ക് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് കൂടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് കയറി വരാൻ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ കൊടുത്തൊരു വളത്തിൻ്റെ കവറിൽ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളെ കെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെടി നട്ടാൽ മാത്രം പോലെ അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ളൊരു ടൈമിൽ അതിന് വേണ്ട പരിചരണങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എന്നാലും എല്ലാ കൂട്ടുകാരും ഇതേപോലൊക്കെ തന്നെയാണ് ചെയ്യാറുണ്ട്. കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കണം. കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് മൂടാനുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഈ അടക്കം ചെയ്തിട്ട് സമയം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.